ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. കാർലോസ് അവസാന ഭാഗം. വാനിന്റെ ആക്സിലേറ്റർ അമർന്നിരിക്കാൻ വേണ്ടി ഒരു കല്ല് അതിനു മുകളിൽ വെച്ചിരിക്കുന്നതും അവർ കണ്ടു. അപ്പോൾ തൊട്ടടുത്ത് എവിടെയോ അതിന്റെ ഡ്രൈവർ ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് അവർ ഊഹിച്ചു. അയാൾക്ക് വേണ്ടി ഒരു തെരച്ചിൽ നടത്തിയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അതിനിടെ ആ വാൻ ആരുടേതാണെന്ന് തിരക്കിയപ്പോൾ അലക്സാണ്ടറുടെ മകൻ ആന്റണിയുടെ പേരിലുള്ളതാണെന്ന് അറിവ് കിട്ടി. ഇൻക്വസ്റ്റ് തയ്യാറാക്കി പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ദേഹപരിശോധന നടത്തിയപ്പോൾ പാന്റിന്റെ ഉൾ പോക്കറ്റിൽ നിന്നും അനേകമായി മടക്കിയ ഒരു കടലാസ് കിട്ടി. എസ്.പിയുടെ മുഖം വികസിച്ചു. അതൊരു കത്തായിരുന്നു. സുദർശനൻ കത്തിലേക്ക് മിഴികൾ ഊന്നി. ഈ കത്ത് ആർക്ക് കിട്ടുമെന്ന് പ്രവചിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഡോക്ടർ അലക്സാണ്ടറുടെ തടവറയിലിരുന്നാണ് ഞാനിത് എഴുതുന്നത്. അയാൾ ഒരുപക്ഷെ എന്നെ കൊല്ലുകയാണെങ്കിൽ പുറം ലോകത്ത് ആരെങ്കിലും ഈ വിവരം അറിയിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഇന്നലെ ഒരു ടൂർ പോകാൻ തയ്യാറായ എന്നെ അലക്സാണ്ടറുടെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ഞാനും MLA ദേവദാസും അബ്കാരി കോൺട്രാക്ടർ ജയന്തനും SP വിശ്വനാഥും ആഭ്യന്തരമന്ത്രി ചെറുകാട് രാഘവനും അലക്സാണ്ടറും ചേർന്ന് ബിസിനസ് നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ കള്ളക്കടത്തിൽ നിന്നും എനിക്ക് പിരിഞ്ഞു പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അവസാനം ഞങ്ങളുടെ സ്മഗിൾസ് ഗുഡ്സ് പിടിച്ചെടുത്ത DYSP കാർലോസിന്റെ ഭാര്യയെയും സഹോദരിയെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കൊന്നു. കാർലോസിനെ വെടിവെച്ച് കടലിൽ കളഞ്ഞു. ഇപ്പോഴെന്തോ അലക്സാണ്ടർക്ക് ഞങ്ങളെ വിശ്വാസമില്ലാതായിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ കുടുംബവും ഒന്നില്ലാതെ അയാൾ തകർത്തു കളഞ്ഞു. പ്രഥമ ദൃഷ്ടിയ ആത്മഹത്യ എന്ന് തോന്നുമെങ്കിലും അവരെയെല്ലാം അയാൾ കൊല്ലിച്ചതാണെന്ന് എനിക്ക് നേരിട്ടറിയാം. ഇനി എന്റെ ഊഴമാണ്. ഏതു നിമിഷവും ഇനി ഞാനും മരിക്കപ്പെടാം. ഈ കത്ത് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർ ദേവദാസിനോടും ജയന്തനോടും പറയണം. ഏത് നിമിഷവും അലക്സാണ്ടറുടെ ആൾക്കാർ മരണവുമായി എത്തിച്ചേരുമെന്ന്. നിർത്തട്ടെ. കളക്ടർ ജോർജ് തോമസ് അതോടൊപ്പം അയാളുടെ കയ്യൊപ്പും ഉണ്ടായിരുന്നു. കത്ത് വായിച്ച SP സുദർശനൻ മിഴിച്ചു നിന്നുപോയി. കാർലോസിന്റെ അന്തർധാനത്തെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികിട്ടി. ഇനി കാർലോസ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയണം. അദ്ദേഹം തീരുമാനിച്ചു. അനന്തരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെയാണ് കളക്ടറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇവിടെ ഒരടിയായിരുന്നു അലക്സാണ്ടർ. ആന്റണി കവിൾ പൊത്തി പിടിച്ചുപോയി. രംഗത്തിന് മൂകസാക്ഷിയായി വിക്രമും നിന്നു. ടെൽമി, നിന്റെ മാരുതി വാൻ എങ്ങനെ ഭഗവാന്റെ കയ്യിൽ ചെന്നു? എനിക്കറിയില്ല ഡാഡി. ഇന്നലെ രാത്രിയിൽ അത് മോഷ്ടിച്ചു കൊണ്ടുപോയത് അയാളായിരിക്കും. എവിടെ നിന്ന്? ആന്റണി പരിങ്ങി. അവൻ വിക്രമിനെ നോക്കി. അവനിലേക്കും ഒരു പരുങ്ങൽ പടർന്നു. നിന്റെ നാവിൽ നിന്നത് വരില്ലേ? അലക്സാണ്ടർ പെട്ടെന്ന് റിവോൾവർ എടുത്തു. മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല, പുകച്ചു കളയും. എനിക്ക് ദോഷമുണ്ടാകുന്നത് ആരായാലും അതിന്റെ ഫലം ഒന്നേയുള്ളൂ. എന്റെ മമ്മിയെ അങ്ങനെയല്ലേ നിങ്ങൾ കൊന്നത് എന്ന് ചോദിക്കണമെന്ന് തോന്നി ആന്റണിക്ക്. പക്ഷേ അടക്കി. കലി കൊണ്ട് നിൽക്കുന്ന മനുഷ്യനാണ്. എന്തും ചെയ്യാൻ മടിച്ചെന്ന് വരില്ല. തലേന്ന് രാത്രിയിൽ ആന്റണിയും വിക്രമും കൂടി അവരുടെ ഒരു സ്ഥിരം കസ്റ്റമറിന്റെ അടുത്ത് പോയി. ഒരു മറിയ, കിളിമാനൂർ മറിയ എന്ന് പറഞ്ഞാൽ ആരും അറിയും. ഏതു തരം പെൺകുട്ടിയെയും മറിയയുടെ പക്കൽ നിന്ന് കിട്ടും. വാൻ റോഡിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. തിരികെ വന്നപ്പോൾ അത് കിടന്നിടം ശൂന്യം. പക്ഷേ ഈ വിവരം ഡാഡിയോട് എങ്ങനെ പറയും? അലക്സാണ്ടർ നിന്ന് കലി തുള്ളുകയാണ്. പറയടാ വേഗം. എവിടെ വെച്ചാണ് വാൻ അപഹരിക്കപ്പെട്ടത്? ഡാഡി, അത് ആവശ്യമില്ലാത്തതാണ്. നാവിൽ നിന്നും വീഴുന്നതെങ്കിൽ റിവോൾവറിൽ നിന്ന് ബുള്ളറ്റുകൾ ചീറുമെന്ന് ആന്റണിക്കറിയാം. ആന്റണിയുടെ നെറ്റിക്ക് നേരെ റിവോൾവറിന്റെ ബാരൽ തിരിഞ്ഞു. അലക്സാണ്ടറുടെ കണ്ണിൽ നിന്നും അഗ്നി എരിയുകയാണെന്ന് വിക്രമിന് തോന്നി. തന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് ആന്റണിക്കും ബോധ്യമായി. ഒരു തവണ കൂടി ഞാൻ ചോദിക്കും. പിന്നീട് എനിക്ക് ഇങ്ങനൊരു മകൻ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അലക്സാണ്ടറുടെ അന്ത്യശാസനം. പറയൂ, ആ വാൻ എവിടെ നിന്നാണ് മോഷണം പോയത്? റിവോൾവറിന്റെ സേഫ്റ്റി ക്യാച്ച് റിലീസ് ചെയ്തു കഴിഞ്ഞു. ഡാഡി, ഞാൻ പറയാം, ആന്റണി പറഞ്ഞു. ടെൽ മീ. അയാൾ റിവോൾവർ താഴ്ത്തി. കിളിമാനൂരിൽ നിന്നും, മറിയയുടെ വീടിന് മുന്നിലെ റോഡിൽ നിന്നും എന്ന് പറ. ഡാഡി എല്ലാം അറിഞ്ഞിരിക്കുന്നു. ആന്റണിയുടെ തല കുനിഞ്ഞു. ബുദ്ധിയില്ലാത്ത ശവം. അലക്സാണ്ടർ പല്ല് കടിച്ചു. പിന്നെ വിക്രമിനെ നോക്കി. പോലീസിന്റെ നീക്കങ്ങൾ അറിയണം. ബോസ്. വെറുതെ ബോസ് ബോസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി നടക്കണം. ഷുവർ ബോസ്. അയാൾ തിരിഞ്ഞു നടന്നപ്പോഴാണ് ആന്റണിക്ക് ശ്വാസം നേരെ വീണത്. SP സുദർശൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാവാതെ MLA ദേവദാസും അബ്കാരി കോൺട്രാക്ടർ ജയന്തനും സ്തംഭിച്ചിരുന്നു. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, സുദർശനും പറഞ്ഞു.
സാർ, ജയന്തൻ സംസാരിച്ചു. ഭഗവാനായിക്കൂടെ ഇങ്ങനെ ചെയ്തത്? ഏത് ഭഗവാൻ? നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ടോ? ദേവദാസും ജയന്തനും മുഖാമുഖം നോക്കി. പിന്നെ പറഞ്ഞു, ഇല്ല. പക്ഷേ ഒരിക്കൽ ഭഗവാനാണെന്ന് പറഞ്ഞ അലക്സാണ്ടർക്ക് വന്ന ഒരു കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ അലക്സാണ്ടറുടെ സങ്കല്പ സൃഷ്ടി ആയിക്കൂടെ? നിങ്ങളെ ഓരോരുത്തരെയും ഒഴിവാക്കാൻ അയാൾ കണ്ടെത്തിയ അടവ്. നിങ്ങളെ ഭയപ്പെടുത്തുക, കൊലപാതകങ്ങൾ ഭഗവാന്റെ തലയിൽ കെട്ടിവെക്കുക. അയാൾക്ക് ക്ലീനായി രക്ഷപ്പെടാമല്ലോ. അങ്ങനെയും സംഭവിക്കാമെന്ന് അവർക്ക് തോന്നി. ഭഗവാന്റെ പേരിൽ അലക്സാണ്ടർ കളിച്ചൊരു നാടകമായിക്കൂടെ അന്ന് കടൽക്കരയിലെ ബംഗ്ലാവിലും മറ്റും അരങ്ങേറിയത്? അയാളുടെ ഏതെങ്കിലും ഒരു അനുചരനെ കൊണ്ട് ആ കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതായിക്കൂടെ? MLA-യുടെയും അബ്കാരിയുടെയും മനസ്സിൽ സംശയത്തിന്റെ സർപ്പങ്ങൾ ഫണം വിടർത്തിയാടി. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ സൂക്ഷിക്കുക. ഈ മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വിളിപ്പിച്ചത്. വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ തരാനും ഞാൻ ഒരുക്കമാണ്. തൽക്കാലം അത് വേണമെന്നില്ല, ദേവദാസ് പറഞ്ഞു. ഓക്കെ. ഇരുവരും എണീറ്റു. അവരുടെ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ SP സുദർശന് 2 SI-മാർക്ക് ഡ്യൂട്ടി നൽകി. MLA-യും അബ്കാരിയെ നിരീക്ഷിക്കുക. ഡോക്ടർ അലക്സാണ്ടറുടെ ഫോൺ 2 തവണ അബ്കാരി ജയന്തനെയും MLA ദേവദാസിനെയും തേടിയെത്തി. നിങ്ങൾ ഉടനടി ഇവിടെ എത്തണം. അതിപ്രധാനമായ ചില സംഗതികൾ പറയാനാണ്. വരാം എന്ന് ഇരുവരും മറുപടി കൊടുത്തെങ്കിലും വലിയ താല്പര്യവുമില്ലാത്ത മട്ടിലായിരുന്നു സംസാരം. അവർ പോയതുമില്ല. അവസാനം 3ാമതും ഫോൺ ജയന്തന് കിട്ടി. എന്നെ കളിപ്പിക്കാനാണോ പരിപാടി? അലക്സാണ്ടറുടെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം. അതെന്താ അങ്ങനെ അലക്സാണ്ടർക്ക് തോന്നിയത്? നിങ്ങൾ ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ? SP പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജയന്തൻ അങ്ങനെ ചോദിച്ചത്. ജയന്തൻ, അലക്സാണ്ടർ വിളിച്ചു. അലക്സാണ്ടറെ തനിക്ക് ശരിക്കറിയാമല്ലോ. അറിയാം. ബെർണാഡ് എത്തിച്ചേരാനുള്ള സമയം അടുക്കുകയാണ്. അയാൾക്ക് പണം കൊടുക്കണം. അതിനുള്ള മാർഗം കണ്ടുപിടിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടറെ? സത്യമേ പറയാവൂ. യെസ്. യഥാർത്ഥത്തിൽ ആ ബോട്ടുകൾ ഭഗവാനാണോ തകർത്തത്? അതോ അതിലുള്ള ഉരു മുഴുവൻ മാറ്റിയ ശേഷം മറ്റാരെങ്കിലും ആണോ അത് ചെയ്തത്? എന്താ ജയന്തൻ അങ്ങനെ ചോദിച്ചത്? കാര്യമുണ്ടെന്ന് വെച്ചോളൂ. ആ സംഗതിയിൽ ജയന്തന് സംശയമുള്ളതുപോലെ ഉണ്ട്. എനിക്ക് സംശയമുണ്ട്. ഈ ഭഗവാൻ എന്ന് പറയുന്ന കക്ഷി എന്താ ഞങ്ങളോട് ആരോടും ഇതുവരെ ഒന്നും സംസാരിക്കാതിരുന്നത്? അലക്സാണ്ടറോട് മാത്രം അയാൾ സംസാരിക്കുന്നത്? അലക്സാണ്ടർക്ക് കാര്യം പിടികിട്ടി തുടങ്ങി. അങ്ങനെ ഒരാൾ ഇല്ലെന്നാണോ ജയന്തൻ കരുതുന്നത്? അതെ. പക്ഷേ ഭഗവാൻ ആഭ്യന്തരമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നല്ലോ. അയാൾക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്തില്ലേ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളോട്? ഒരിക്കൽ എനിക്ക് വന്ന കോളിന് നിങ്ങളല്ലേ മറുപടി പറഞ്ഞത്? അത് ശരി തന്നെ. പക്ഷേ ഞങ്ങളോടായിട്ട് ഇതുവരെ അയാൾ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ മെനഞ്ഞെടുത്തൊരു കഥാപാത്രമാണ് ഭഗവാൻ എന്നാണോ? അങ്ങനെ ആയിക്കോടെ. ബാസ്റ്റേഡ്. അലക്സാണ്ടർ പല്ല് കടിച്ചു. കളി എന്നോടാണോടാ? കാട്ടിത്തരാമിടാ നായിന്റെ മോനെ ഞാൻ. 24 മണിക്കൂർ. അതിനുള്ളിൽ തന്നെ റിസീവർ വലിച്ചെറിക്കപ്പെട്ടു. വിക്രം, അലർച്ച പോലെ ഡോക്ടർ അലക്സാണ്ടർ വിളിച്ചു. ബോസ്. വിക്രം വെട്ടിത്തിരിഞ്ഞപ്പോൾ അവന്റെ മുടിയിഴകൾ വട്ടം കറങ്ങി. എനിക്ക് അവനെ വേണം, ആ പന്ന റാസ്കലിനെ. അവൻ പോലീസ് സംരക്ഷണം തേടാനിടയുണ്ട്. അതിനു മുമ്പ് അവൻ എന്റെ മുൻപിലെത്തണം. ആരുടെ കാര്യമാണ് ബോസ് പറയുന്നത്? അവൻ, അബ്കാരി ജയന്തൻ. വേഗം പോ. താമസിക്കുന്നത് അപകടമായിരിക്കും. ജോലിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും. വിക്രം മുടിയിലൂടെ വിരലോടിച്ചു. പിന്നെ പുറത്തേക്ക് കുതിച്ചു. അവന്റെ നീളമുള്ള കൈകളിലെ വിരലുകൾ ത്രസിക്കുകയായിരുന്നു. മാരുതി ജിപ്സി സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ക്ലച്ചിൽ കാലമർന്നു. ഗിയർ ചേഞ്ച് ചെയ്ത് ആക്സിലേറ്ററിൽ കാൽ മാറി. ക്ലച്ച് അയഞ്ഞു. മാരുതി ജിപ്സി അലറിപ്പാഞ്ഞു. അതിന്റെ ചക്രങ്ങൾ റോഡിൽ വെട്ടിത്തിരിഞ്ഞു. അപ്പോൾ നേരം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. അലക്സാണ്ടറുടെ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അബ്കാരി ജയന്തൻ MLA ദേവദാസിനെ വിവരമറിയിച്ചു. സൂക്ഷിക്കണം, അയാൾ രാജവെമ്പാലയാണ്, ദേവദാസ് പറഞ്ഞു. പോലീസിൽ വിവരമറിയിച്ചാലോ? ഞാനും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് അയാൾ DSP സുദർശൻ ഡയൽ ചെയ്തു. കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുദർശൻ അറിയിച്ചു. ഞാൻ ശ്രദ്ധിച്ചോളാം. ജയന്തൻ കാറിറക്കി. സ്റ്റോറിലേക്ക് പോകുവാൻ 4 കിലോമീറ്റർ അപ്പുറത്താണ് അയാളുടെ ചാരായ സ്റ്റോർ. അവിടുത്തെ 10ഓളം വരുന്ന തൊഴിലാളികൾ എന്തിനും മടിക്കാത്തവരാണ്. തനിക്കൊരാവശ്യം വന്നാൽ അവരെ ഉപയോഗിക്കാമെന്ന് കരുതി തന്നെയാണ് ജയന്തൻ അവരെ ജോലിക്ക് എടുത്തത് തന്നെ. അവിടെ നിന്നും അത്ര വേഗം തന്നെ ആർക്കും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ജയന്തൻ ഉറപ്പുണ്ടായിരുന്നു. ജയന്തൻ അവിവാഹിതനാണ്. ഒരു സ്ത്രീയുടെ കൂടെ മാത്രം
ജീവിതകാലം മുഴുവൻ കഴിയാൻ ബുദ്ധിമുട്ടാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അയാൾ. ജയന്തൻ സ്റ്റോറിലെത്തി. അവിടെ അന്ന് പതിവിൽ കൂടുതൽ ജോലിയുള്ള ദിവസമായിരുന്നു. അടുത്ത ഒരാഴ്ച എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ ദിവസങ്ങളാണ്. സാധാരണ വിൽക്കുന്നതിന്റെ 10 ഇരട്ടി ചാരായം അന്ന് അവിടെ ചെലവാകും. വിശാലമായ സ്റ്റോറിൽ ഒരു ഭാഗത്ത് കാലിക്കന്നാസുകളും മറ്റും കൂട്ടിയിട്ടിരുന്നു. മറ്റൊരിടത്ത് അവ നിരയായി വെച്ചു. ചാരായം നിറച്ച് അവ സീല് ചെയ്യുന്നു. എങ്ങും സ്പിരിറ്റിന്റെ അതിരൂക്ഷ ഗന്ധം. ജയന്തൻ ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു. മുതലാളി എന്താ പതിവില്ലാതെ ഈ നേരത്ത്? ഒരാൾ അത്ഭുതം കൂറി. ഒരു പ്രശ്നമുണ്ട്, മുതലാളി സംഗതി പറഞ്ഞു. ആഹാ, അലക്സാണ്ടർ അല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും താങ്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. അയാൾ മറ്റുള്ളവരെ നോക്കി. തോമസേ, റഷീദേ, അച്ഛൻ കുഞ്ഞെ, സുകുമാര, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഏറ്റന്നേ പറഞ്ഞു തീരും മുമ്പ് സ്റ്റോറിന് പുറത്തൊരു വാഹനം വന്നു നിന്നു. ഒരാൾ എത്തി നോക്കി. മാരുതി ജിപ്സിയ, അലക്സാണ്ടർ കൂടെയുള്ള നീണ്ട മുടിക്കാരൻ. അവനെ സൂക്ഷിക്കണം, വിക്രം. വളരെ അപകടകാരിയാണവൻ. വിക്രമല്ല, അലക്സാണ്ടർ തന്നെ വേണമെങ്കിൽ വരട്ടെ മുതലാളി. ഒന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ, എന്നാൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവർ ജോലി തുടർന്നു. ചാരിയിട്ടിരുന്ന വാതിൽ അവൻ തള്ളി തുറന്നു. ഇറുകിയ ബനിയനും ജീൻസുമായിരുന്നു വേഷം. കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. ലൈറ്റിന്റെ വെളിച്ചം അവന്റെ ശരീരത്തിലേക്ക് നോക്കി. പിന്നെ വിളിച്ചു, ജയന്തൻ മുതലാളി. ജയന്തൻ തലയിളക്കി. ആഹാ, വിക്രമോ, വരൂ വരൂ. ഉറച്ച കാലടികളോടെ അവൻ അകത്തേക്ക് വന്നു. എന്താ വിക്രം, ഈ വഴിയൊക്കെ? വരേണ്ടി വന്നു. അവൻ വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു. ജയന്തന്റെ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഭാവത്തിൽ തന്നെ വിക്രമിന്റെ ചുറ്റിലുമായി എത്തിച്ചേർന്നു. ഒളി കണ്ണാലെ അവൻ അത് കാണുകയും ഗൂഢമായി പുഞ്ചിരിക്കുകയും ചെയ്യും. വിക്രം ഇരിക്കൂ, ജയന്തൻ പറഞ്ഞു. അതിന് തൽക്കാല സമയമില്ല മുതലാളി. അവൻ മുടിയിലൂടെ വിരലോടിച്ചു. എങ്കിൽ വന്ന കാര്യം പറയൂ. അലക്സാണ്ടർ ഡോക്ടർ പറഞ്ഞു ഉടനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഡോക്ടർ വരണമെന്ന്. അത്രേ ഉള്ളോ? ജയന്തൻ പൊട്ടിച്ചിരിച്ചു. ഫോണിലൂടെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ അവിടെ എത്തിയേനെ. പക്ഷേ 2-3 തവണ വിളിച്ചിട്ടും താങ്കൾ വന്നില്ലല്ലോ. അതോ, അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടല്ലേ? ആ, വിക്രം പോയിക്കോളൂ, ഞാൻ പിന്നാലെ അങ്ങ് എത്തിയേക്കാം. സോറി സാർ, താങ്കളെയും കൂട്ടിക്കൊണ്ടേ അവിടേക്ക് ചെല്ലാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സില്ലെങ്കിലോ വരാൻ? അങ്ങനെ വന്നാൽ എനിക്ക് താങ്കളെ കൊണ്ടുപോകേണ്ടി വരും. വിക്രം ഒറ്റയ്ക്കല്ലേ വന്നിട്ടുള്ളൂ? അയാൾ തലകുലുക്കി. നീ ഒരുത്തൻ മതിയാകുമോ എന്നെ കൊണ്ടുപോകാൻ? തീർച്ചയായും. എങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ജയന്തൻ ചിരിച്ചു കൊണ്ട് കൈയും കെട്ടിയിരുന്നു. കാരണം അപ്പോഴേക്കും സ്റ്റോറിലെ മുഴുവൻ ജോലിക്കാരും വിക്രമിനെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. അവർക്കിടയിൽ അവരെ ശ്രദ്ധിക്കാതെ തന്നെ അവൻ നിന്നു. അവരെക്കാൾ 1.5 അടിയെങ്കിലും ഉയരക്കൂടുതലുണ്ടായിരുന്നു അവന്. ഞങ്ങളുടെ അനുവാദം കൂടാതെ നീ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുക കൂടിയില്ല, പിന്നല്ലേ? ഒരുവൻ പരിഹസിച്ചു. വിക്രം അവനെ നോക്കി. പിന്നെ പല്ലിളിച്ചു കാട്ടി. നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. അത് പറ്റില്ലല്ലോ, ഞങ്ങളുടെ മുതലാളിയായി പോയില്ലേ ഇദ്ദേഹം? ഐ സീ. വിക്രം ജയന്തന് നേരെ തിരിഞ്ഞു. സഹകരിച്ച് മുന്നോട്ടു പോകാൻ താങ്കൾ തയ്യാറല്ല അല്ലേ? ഇക്കാര്യത്തിൽ പറ്റില്ല വിക്രം. ഓക്കേ. ഞൊടിയിടയിൽ അവൻ പിസ്റ്റൾ എടുത്ത് ജയന്തന്റെ കഴുത്തിൽ മുട്ടിച്ചു. എണീക്കടാ. ജയന്തൻ സ്തബ്ധനായി. അയാളുടെ ജോലിക്കാർ മിഴിച്ചു നിന്നു. മിന്നൽ പോലെ ഇത്തരം ഒരു പ്രവർത്തനം അവരും സ്വപ്നേബി വിചാരിച്ചതേയല്ല. ജയന്തനെ എണീപ്പിച്ചിട്ട് റിവോൾവർ അല്പം പോലും ചലിപ്പിക്കാതെ വിക്രം മറ്റുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പിന്നെ തിരിഞ്ഞ് ജയന്തനെ നോക്കി. നടക്ക്. അനുസരിക്കാതെ നിവർത്തിയില്ലായിരുന്നു അയാൾക്ക്. വിക്രമിന്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് സ്റ്റോർ ജീവനക്കാരിൽ ഒരാൾ ചാടി ഉയർന്നു. ശിരസിന് പിന്നിൽ തൊഴിയേറ്റ് വിക്രം മുന്നോട്ട് വേച്ചുപോയി. അതിനിടയിൽ മറ്റൊരാൾ ഒരു നീണ്ട ഇരുമ്പ് വടി വലിച്ചെടുത്ത് വിക്രമിന്റെ പിസ്റ്റൾ തട്ടിത്തെറിപ്പിച്ചു. തറയിൽ നിന്ന് അത് രണ്ടാമതെടുക്കാൻ അവസരം കിട്ടിയില്ല. ഒരാൾ ഇരുമ്പ് വടി ആഞ്ഞു വീശി. വിക്രം ഒഴിഞ്ഞു മാറിയിട്ട് അതിൽ കയറി പിടിച്ചു. പൊരിഞ്ഞ അടിയായിരുന്നു പിന്നെ നടന്നത്. വിക്രമിന്റെ മികച്ച പ്രകടനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റ് കന്നാസുകൾ തകർന്നു വീണു. അവയിൽ നിന്ന് ചാരായം നിറഞ്ഞൊഴുകി. റഷീദ് ഒരു കന്നാസ് ചാരായം ഉയർത്തി വിക്രമിന്റെ നേരെ എറിഞ്ഞു. അവൻ ഒഴിഞ്ഞു മാറിയപ്പോൾ അത് ചെന്നിടിച്ചത് ജയന്തന്റെ ശരീരത്തിലാണ്. മുതലാളി കന്നാസുകൾക്കിടയിലൂടെ നിരങ്ങി വീണു. റഷീദ് കുതിച്ചു ചാടി. വിക്രം ഒന്നൊഴിഞ്ഞിട്ട് ഇടത് കാലിൽ കറങ്ങി തിരിഞ്ഞ് വലത് കാൽ കൊണ്ട് ഊക്കനൊരു തൊഴി കൊടുത്തു. റഷീദ് അലർച്ചയോടെ പിന്നോട്ട് മലർന്നു വീണു. സുകുമാരൻ
ഒരടി നീളമുള്ള കത്തി കൊണ്ട് വിക്രമിനെ കുത്തി. അവൻ ആ കൈക്ക് കടന്നു പിടിച്ചു. പിന്നോട്ട് തിരിച്ചതും കത്തി തറയിൽ വീണു. വിക്രം ആ കൈ തന്റെ കാൽമുട്ട് കൊണ്ട് ഒടിച്ചു. ഒരു ശബ്ദം കേട്ടു. സുകുമാരന്റെ വലത് കൈ രണ്ടായി ഒടിഞ്ഞു. അച്ഛൻ കുഞ്ഞും തോമസും ഒന്നിച്ചാണ് വിക്രമിനെ നേരിട്ടത്. അവൻ ഒന്ന് പതറിയെന്ന് തോന്നിയ രണ്ടുപേരും വീണ്ടും മുന്നോട്ടടുത്തപ്പോൾ പൊടുന്നനെ അവരുടെ ശിരസുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വിക്രം പ്രതികാരം വീട്ടി. 10 മിനിറ്റ് നേരത്തെ പോരാട്ടം. അതിന്റെ അന്ത്യത്തിൽ വിക്രമും ജയന്തനും മാത്രം അവശേഷിച്ചു. ഇനി നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് വിക്രം തിരിഞ്ഞപ്പോൾ കണ്ടത് തെറിച്ചു പോയ തന്റെ റിവോൾവറും ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ജയന്തനെയാണ്. ഡോൺ മൂവ്, ജയന്തൻ അലറി. അയാൾക്കപ്പോൾ ഒരു ഭ്രാന്തന്റെ ഭാവമായിരുന്നു. അത് അപകടകരമായൊരു ഭാവമാണെന്ന് വിക്രം തിരിച്ചറിഞ്ഞു. ഇനി നിന്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ്. അലർച്ചയോടൊപ്പം റിവോൾവറിന്റെ ട്രിഗറിൽ ജയന്തന്റെ വിരലുകൾ അമരുന്നത് വിക്രം നടുക്കത്തോടെ കണ്ടു. വിക്രമിന്റെ ദൃഷ്ടികൾ അബ്കാരി ജയന്തന്റെ കണ്ണുകളിൽ തന്നെയായിരുന്നു. ശത്രുവിന്റെ ഏത് നീക്കവും കണ്ണിൽ നിന്ന് തിരിച്ചറിയാൻ വിദഗ്ധനായിരുന്നു അയാൾ. കൈ ഉയർത്തി പിടിക്കടാ, ജയന്തൻ കൽപ്പിച്ചു. വിക്രം അനുസരിച്ചു. കന്നാസുകൾക്കിടയിൽ നിന്നും അയാളുടെ ജോലിക്കാർ എണീറ്റ് വരുന്നത് വിക്രം ഒളി കണ്ണാൽ കണ്ടു. അവർ എല്ലാരും എണീറ്റാൽ കുഴപ്പമാണ്. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൻ ജയന്തൻ അറിയാതെ കാൽ കൊണ്ട് തറയിൽ പരതി. പൊട്ടിയ കന്നാസിൽ കാൽ മുട്ടി. വളരെ ശ്രദ്ധയോടെ അതിനടിയിലേക്ക് കാൽ കടത്തിയതും ഉയർത്തി ജയന്തന് നേരെ എറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. ജയന്തന്റെ ശ്രദ്ധ മാറിയതും വിക്രം മുന്നോട്ട് കുതിച്ചു. റിവോൾവർ പിടിച്ച കൈ മുകളിലേക്ക് തിരിച്ചു. ഒരു വെടി പൊട്ടി. ആസ്പെറ്റോ ഷീറ്റ് പൊട്ടി തകർന്നു. കൂടം കൊണ്ടുള്ളതുപോലെ ജയന്തന്റെ മൂക്കിൽ ഇടിയേറ്റു. പിന്നിലൂടെ വന്ന ജോലിക്കാരനെ പുറം കാൽ കൊണ്ട് ചവിട്ടി വീഴ്ച ശേഷം ജയന്തന്റെ കയ്യിൽ നിന്നും റിവോൾവർ പിടിച്ചു വാങ്ങി കഴുത്തിൽ കുത്തിയമർത്തി. ഇനി വേല കാണിക്കാതെ നടക്ക്. ജയന്തനെ ജീപ്പിലെത്തിച്ചു. തോക്കു ചൂണ്ടി മുൻ സീറ്റിൽ തന്നെ കയറിയിരുത്തിയിട്ട് ഒരു കൈയും ജീപ്പിന്റെ കമ്പിയും ചേർത്ത് വിലങ്ങിട്ടു. പോലീസിന്റെ വിലങ്ങിനേക്കാൾ നല്ലതാണ് അലക്സാണ്ടറുടെ വിലങ്ങ്. വിക്രം ചിരിച്ചു. റിവോൾവർ കീശയിൽ തിരികെയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പെട്ടെന്ന് പാഞ്ഞു വന്നൊരു ജീപ്പ് ജിപ്സിക്ക് മുന്നിൽ നിന്നു. അതിന് മുകളിലെ സിഗ്നൽ ലൈറ്റ് അതിദ്രുതം മിന്നി. പോലീസ് വിക്രമിന് അപകടം മണത്തു. ഞൊടിയിടയിൽ അവൻ ജിപ്സി അല്പം പിന്നോട്ടെടുത്തു. പിന്നെ ഇടത്തേക്ക് വെട്ടിച്ച് ഒറ്റ കുതിപ്പായിരുന്നു. SI റിവോൾവർ എടുത്തപ്പോഴേക്കും ജീപ്പ് റിവോൾവർ റേഞ്ചിനും അപ്പുറത്തെത്തി കഴിഞ്ഞിരുന്നു. ഖമോൺ, അവർ രക്ഷപ്പെടരുത്. SI ജീപ്പിൽ പുറത്തേക്ക് കാൽ വെച്ച് നിന്നു. സർക്കാരിന്റെ പഴഞ്ചൻ ജീപ്പ് അവിടെ ഇട്ട് തിരിക്കാൻ തന്നെ 1 മിനിറ്റ് എടുത്തു. ഇനിയിപ്പോൾ ജിപ്സിയുടെ പിന്നാലെ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഈ അവസരത്തിൽ 2-3 കിലോമീറ്ററുകൾക്കപ്പുറം എത്തിക്കഴിഞ്ഞിരുന്നു ജിപ്സി. നല്ല വീതിയേറിയ റോഡ്. നിലം തൊടാതെ പായുകയാണെന്ന് തോന്നും ജിപ്സി. പൊടുന്നനെയാണ് പിന്നിൽ ഒരു ശിരസ് ഉയർന്നു വന്നത്. ഒപ്പം ഒരു ലോഹക്കുഴലും. വിക്രം! മരണത്തിന്റെ ശബ്ദം പോലെ അയാൾ ഞെട്ടിത്തിരിയാൻ ഭാവിച്ചപ്പോഴേക്കും ശിരസിൽ ലോഹസ്പർശനം. മരിക്കണ്ടെങ്കിൽ എന്നെ അനുസരിക്കുക. അറിയാതെ അവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. ഗുഡ്! പിന്നിൽ നിന്ന് വല്ലാത്തൊരു ചിരി കേട്ടു. ഇനി പുറത്തേക്ക് ഇറങ്ങുക. അവൻ പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും തോക്കുകൊണ്ടുള്ള ഊക്കനടി ശിരസിനേറ്റു. വിക്രം റോഡിലേക്ക് തെറിച്ചു വീണു. ഞൊടിയിടയിൽ ആ മനുഷ്യൻ മുൻ സീറ്റിലേക്ക് ചാടി. വിക്രം തറയിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പ് ജീപ്പ് മുന്നോട്ട് പാഞ്ഞു കഴിഞ്ഞു. ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല. ജയന്തൻ ആശ്വാസത്തോടെ നിശ്വസിച്ചു. ഏതായാലും താൻ രക്ഷപ്പെട്ടു. അയാൾ കൃതജ്ഞതയോടെ ആ മനുഷ്യനെ നോക്കി. അയാളാകട്ടെ ജയന്തനെ ഒന്ന് ശ്രദ്ധിച്ചത് കൂടിയില്ല. താങ്കൾ ആരാണ്? അവസാനം ജയന്തൻ തിരക്കി. ഞാനോ? ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ അയാൾ മുൻ സീറ്റിന് മുകളിലെ ലൈറ്റ് തെളിച്ചു കാണിച്ചു. മനസ്സിലായോ? ഇല്ല. ദീക്ഷ വളർത്തിയിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് ജയന്തൻ ചിന്തിക്കുമ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ജയന്തൻ നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. ആ മനുഷ്യൻ ലൈറ്റ് ഓഫ് ചെയ്തു. വല്ല പിടിയും കിട്ടിയോ? നിങ്ങൾ ടെൽ മീ. കാർലോസ്? യാ. അയാൾ ഉറക്കെ ചിരിച്ചു. ജിപ്സി ഒന്ന് കുലുങ്ങി അല്പം കൂടി വേഗതയിലായി. കാർലോസ്, ചെകുത്താൻ കാർലോസ്, അയാൾ വന്യമായ സ്വരത്തിൽ പറഞ്ഞു. എന്നെ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പേടിക്കണ്ട. നിങ്ങളെ മറ്റാരും ഒന്നും ഇനി ചെയ്യില്ല. പകരം നിങ്ങളുടെ അന്ത്യം കുറിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇതും അലക്സാണ്ടർ ചെയ്തതാണെന്ന് നാളെ പുറംലോകം അറിയൂ. അതിനുവേണ്ടിയാണ് വിക്രമിനെ കൊല്ലാതെ വിട്ടത്. കാരണം അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടതിന് സാക്ഷികൾ ഏറെയുണ്ട്.
എന്റെ ദൈവമേ, നിലവിളിച്ചു പോയി ജയന്തൻ. ദൈവമല്ല, ഭഗവാൻ എന്ന് പറയൂ. ഭഗവാൻ? യെസ്, ഞാൻ തന്നെ. പക്ഷേ ഇങ്ങനെ ഒരാളില്ലെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കരുതുന്നു. എന്റെ ഭാഗ്യം. ജീപ്പ് ഒരു തെങ്ങിൻ തോപ്പിനുള്ളിലേക്ക് അയാൾ ഓടിച്ചു കയറ്റി. അവിടെ എങ്ങും ആരും ഇല്ലായിരുന്നു. പോട്ടെ ജയന്ത. പുറത്തിറങ്ങി ഇപ്പുറം വന്ന് തോക്കെടുത്ത് അയാളുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് കാർലോസ് പറഞ്ഞു, ഗുഡ് ബൈ. സൈലൻസർ കടിപ്പിച്ച റിവോൾവറിൽ നിന്നും ഒരു ബുള്ളറ്റ് ജയന്തന്റെ നെറ്റിയിൽ തുളഞ്ഞിറങ്ങി. ശിരസിന്റെ ഭിൻഭാഗം തകർത്തുകൊണ്ട് അത് പാഞ്ഞുപോയി. ഒരലർച്ച. എല്ലാം കഴിഞ്ഞു. റിവോൾവർ കാർലോസിന്റെ ഗ്ലൗസ് അണിഞ്ഞ കയ്യിൽ പറ്റിച്ചേർന്നിരുന്നു. അയാൾ ഇരുളിലൂടെ നടന്നുപോയി. അടുത്ത പ്രഭാതം കാർലോസ് പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. ജയന്തന്റെ മരണവും അലക്സാണ്ടറുടെ മേലായി. വിക്രം അയാളുമായി ജീപ്പിൽ പോയത് പോലീസ് സബ് ഇൻസ്പെക്ടർ മുതൽ ജോലിക്കാർ വരെ കണ്ടതാണ്. MLA ദേവദാസ് ഡോക്ടർ അലക്സാണ്ടർക്ക് ഫോൺ ചെയ്തു. യെസ്. തന്തയില്ലാത്ത കഴിവറുടെ മോനെ. MLA അലറി. നീ ഇതിലും വലിയ പോക്കൃത്തരം കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നടാ പാട്ടി. അമ്പരന്ന് പോയി അലക്സാണ്ടർ. ദേവദാസ്, നിന്റെ അമ്മയുടെ നായര്. പോടാ പുല്ലേ. ഇനി ഞാൻ കൂടിയല്ലേ ഉള്ളൂ. എന്നെ കൂടി അങ്ങ് തീർത്തേരടാ. അപ്പോൾ നിനക്ക് തൃപ്തിയാകുമല്ലോ. ദേവദാസെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാനല്ല ആരെയും കൊന്നത്. പിന്നെ നിന്റെ അപ്പൻ ആ ശവക്കുഴി വെട്ടുകാരനായിരുന്നോടാ ഇതെല്ലാം ചെയ്തത്. വിക്രം ഇന്നലെ ജയന്തനെ പിടിച്ചുകൊണ്ടു പോന്നു എന്നത് സത്യമാ. പക്ഷേ അവനെ കബളിപ്പിച്ച് ഭഗവാൻ ജയന്തനെ കൊണ്ട് കടന്നു കളഞ്ഞു. അയാളാ ജയന്തനെ കൊന്നത്. ആ നാറിയ വർത്തമാനം നീ അങ്ങ് മറ്റേ അടുത്ത് പറഞ്ഞാ മതി. ഈ ദേവദാസിന്റെ അടുത്ത് വേണ്ട. എടാ, നിനക്കറിയാമോ, ചെറ്റത്തരം കാണിക്കാൻ നിന്നേക്കാൾ ഒരു പടി കൂടി മുന്നിലാണ് ഞാൻ. അത് കാണിച്ച ഈ നില വരെ എത്തിയത്. ഒരു മൂന്നാംകട പോക്കറ്റടിക്കാരൻ MLA ആയത് ആരെയും ദേ എന്റെ നാക്ക് വല്ലാതെ ചൊറിഞ്ഞു വരുന്നുണ്ട്. വാ എടക്കടാ നായിന്റെ മോനെ. അലക്സാണ്ടറുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരുന്നു. നിന്റെ വർത്തമാനം കേട്ടാൽ നീ ഏതാണ്ടങ്ങ് ചെരച്ചു കളയുമെന്ന് തോന്നുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഒന്ന് കാണട്ടടാ. കാണിക്കാൻ തന്നെയാടാ എന്റെ തീരുമാനം. നേരത്തെ SP സുദർശനം ചോദിച്ചിട്ട് നിന്റെ താവളം എവിടെയാണെന്ന് അറിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇനി അത് വേണ്ട. സകല കാര്യങ്ങളും പോലീസിനോട് പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഉണ്ട തിന്നുവാൻ കാത്തിരുന്നോടാ നീ. ദേവദാസെ, ആവശ്യമില്ലാത്ത പണിക്കിറങ്ങല്ലേ. അത് തനിക്ക് തന്നെ ദോഷം വരുത്തി വെക്കും. അത് ഞാൻ അങ്ങ് സഹിച്ചോളാമെടാ. അയാൾ റിസീവർ വെച്ചു. അലക്സാണ്ടർ ധൃതിയിൽ ആർക്കോ വയർലെസ് മെസ്സേജ് കൊടുത്തു. MLA ദേവദാസ് അപ്പോൾ തന്നെ കാറിൽ കയറി. SP ഓഫീസിലേക്ക് വിട്. ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. കാർ നീങ്ങി. പ്രധാന പാതയിലെത്തിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു പാണ്ടി ലോറി അതിവേഗം പാഞ്ഞു വരുന്നു. ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാൻ പാകത്തിൽ സൈഡ് ഒതുക്കി കൊടുത്തു. കാർ നീങ്ങി. എന്നാൽ ഓവർടേക്ക് ചെയ്യാതെ കാറിന്റെ പിന്നിൽ വന്ന് ശക്തിയായി അത് ഇടിക്കുകയാണ് ചെയ്തത്. MLA ദേവദാസ് സീറ്റിൽ നിന്ന് മുന്നോട്ടാഞ്ഞ് മുൻ സീറ്റിന്റെ പിറകിൽ ചെന്നിടിച്ച് പിന്നോട്ട് വീണ്ടും തെറിച്ചു വീണു. വന്ന വേഗതയിൽ തന്നെ കാറിനെ മുന്നോട്ട് ഇടിച്ചു തള്ളിക്കൊണ്ട് പോവുകയാണ് ലോറി. ദേവദാസിന് അപകടം ഉറപ്പായി. ആ ക്ഷണം മുന്നിൽ നിന്ന് മറ്റൊരു ലോറി കൂടി പാഞ്ഞു വന്നു. അത് കാറിന് മുന്നിലും പിന്നിലും വന്നിടിച്ചു. അതിന്റെ പെട്രോൾ ടാങ്ക് തകർന്ന് പെട്രോൾ ഒഴുകി. ഡ്രൈവർ മരണപരാക്രമം കാട്ടുന്നത് ദേവദാസ് മിന്നൽ പോലെ കണ്ടു. അയാളുടെ നെഞ്ചിൽ അമർന്നിരിക്കുകയായിരുന്നു സ്റ്റിയറിംഗ്. സീറ്റിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു ദേവദാസ്. എവിടെയോ ഇടിച്ച് അയാളുടെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നുണ്ട്. കാറിന്റെ ഗ്ലാസുകൾ തകർന്നിരിക്കുന്നു. ദേവദാസ് ഒരു വിധേന പുറത്തിറങ്ങാൻ ഭാവിക്കുമ്പോൾ ഒരു ലോറിയിൽ നിന്ന് യന്ത്രത്തോക്കിന്റെ കുഴൽ നീണ്ടുവന്നു. തുടരെ വെടിപൊട്ടി. ദേവദാസ് ചോരയിൽ കുളിച്ചു. കാറിൽ തീ പടർന്നു. ലോറികൾ പിന്നോട്ടെടുക്കപ്പെട്ടു. അതിദ്രുതം കുതിച്ചകന്നു. എല്ലാ നിമിഷങ്ങൾക്കുള്ളിലാണ് നടന്നത്. കാറിനെ അപ്പോഴേക്കും അഗ്നി പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ദേവദാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഡോക്ടർ അലക്സാണ്ടർ. അല്പം പാളിച്ച പറ്റിപ്പോയിരുന്നെങ്കിൽ അയാൾ SP സുദർശനോട് സകല കാര്യങ്ങളും പറഞ്ഞു പോയനെ. ഏതായാലും അതിന്റെ ഗതികേടുണ്ടായില്ല. ഭാഗ്യം. അലക്സാണ്ടർ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് അല്പനേരം ഉലാത്തി. നാളെ കഴിഞ്ഞ് ബെർണാഡ് എത്തും. അയാൾക്ക് പണം നൽകിയേ മതിയാകൂ. പക്ഷേ അത്രയും തുകയുടെ 10 പോലും തന്റെ കൈവശം എടുക്കാനില്ല. ആരോട് ചോദിക്കും? അങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലൊരു മുഖം തെളിഞ്ഞു വന്നു. ഗൗരി ശങ്കർ, കിങ് മേക്കർ ഗൗരി ശങ്കർ. ഉടൻ അലക്സാണ്ടർ വിക്രമിനെ വിളിച്ച് കാർ ഇറക്കാൻ പറഞ്ഞു. ഇരുവരും ഗൗരി ശങ്കറിന്റെ അടുത്തേക്ക് യാത്രയായി. ഭഗവാന്റെ താവളം.
അംഗങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരിലും വല്ലാത്തൊരു നിശബ്ദഭാവം. ഓരോരുത്തരും അവരവരുടെ സാധനങ്ങൾ അടുക്കി പെറുക്കിയിരുന്നു. ഭഗവാൻ എന്ന കാർലോസ് അവർക്ക് മുന്നിൽ കസേരയിലിരുന്നു. തൊട്ടരികിൽ അയാളുടെ പ്രിയപ്പെട്ട ജാക്കിയും. കാർലോസ് ഓരോ മുഖങ്ങളിലേക്ക് നോക്കി. നിങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കും മുമ്പേ ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഈ അധോലോകം പിരിച്ചുവിടുമെന്ന്. ഞാൻ വീണ്ടും സർവീസിൽ കയറുമെന്ന്. അപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകരുതല്ലോ. ഇപ്പോൾ തന്നെ 3 തലമുറയ്ക്ക് സുഭിക്ഷമായി കഴിയാനുള്ള സ്വത്ത് ഓരോരുത്തർക്കും ഉണ്ട്, ശരിയല്ലേ? അവർ തലയാട്ടി. ഇത്രയും നാൾ എന്നെ സഹായിച്ചതിന് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അയാളുടെ സ്വരം പതറി. ഈ പകയുടെയും കണക്ക് ചോദിക്കലിന്റെയും ലോകത്തു നിന്ന് വിട വാങ്ങി കഴിയുമ്പോൾ വീണ്ടും ഇതിലേക്ക് എടുത്തു ചാടാനുള്ള ആവേശം ഉണ്ടായേക്കും. പാടില്ല. ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കൂ. എങ്കിലേ ജീവിതത്തിലെ സുഖവും സന്തോഷവും ഒക്കെ എന്താണെന്ന് മനസ്സിലാകൂ. സർ, അങ്ങയുടെ ജോലി പൂർത്തിയായില്ലല്ലോ, ഒരാൾ ഓർമ്മിപ്പിച്ചു. സാരമില്ല, എന്റെ കണക്കനുസരിച്ച് ഇനി അവർ 3 പേരേ ഉള്ളൂ. അവരുടെ കാര്യം ഞാനും ജാക്കിയും കൂടി കൈകാര്യം ചെയ്തോളാം. അയാൾ നായയെ തഴുകി. എന്നാലും സീമ അർദ്ധോക്തിയിൽ നിർത്തി. പേടിക്കണ്ടടോ, 4-5 ദിവസത്തിനുള്ളിൽ ഞാൻ സർവീസിൽ പ്രവേശിച്ചു എന്ന വാർത്ത നിങ്ങൾക്ക് കേൾക്കാം. ഫോൺ ശബ്ദിച്ചു. കാർലോസ് അറ്റൻഡ് ചെയ്തു. 1 മിനിറ്റോളം നേരത്തെ സംസാരം. അത് കഴിഞ്ഞ് റിസീവർ വെക്കുമ്പോൾ കാർലോസിന്റെ മുഖം ചിന്താധീനമായിരുന്നു. എന്താണ് സർ? അവർക്ക് ഉത്കണ്ഠ. നാളെ ബോംബെയിൽ നിന്ന് ബെർണാഡ് ഇവിടെ എത്തും. ഡോക്ടർ അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുവാനായി. ഇപ്പോൾ പണം സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് അലക്സാണ്ടർ. അതിനായി ഗൗരി ശങ്കറിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. ഗൗരി ശങ്കർ പണം കൊടുക്കും, പക്ഷെ അത് അലക്സാണ്ടർ ഉപയോഗിക്കരുത്, മറ്റൊരാൾ പറഞ്ഞു. കാർലോസ് തലകുലുക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാർ അംഗീകരിക്കുമോ? സീമ മുന്നോട്ട് നീങ്ങി നിന്നു. പറയൂ. സാറിന്റെ ജോലി തീർന്നു കഴിയുമ്പോൾ ഈ അധോലോകത്തിന്റെ കാലാവധിയും കഴിയുന്നു. സാർ സർവീസിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളും പിരിഞ്ഞു പോയിക്കോളാം. അതിനു മുമ്പുള്ള ഈ പിരിച്ചുവിടിയിൽ വേണോ? കാർലോസ് അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ മറ്റുള്ളവരെയും. എല്ലാവർക്കും ആ കാര്യത്തിലാണ് താല്പര്യമെന്ന് മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാകുമായിരുന്നു. ഓക്കെ. അവസാനം കാർലോസ് സമ്മതിച്ചു. അംഗങ്ങളുടെ മുഖം തെളിഞ്ഞു. ഗൗരി ശങ്കറുടെ കൂറ്റൻ ഫ്ളാറ്റിലെ വിസിറ്റിംഗ് റൂമിൽ അസ്വസ്ഥരായി അലക്സാണ്ടറും വിക്രമും ഇരുന്നു. പിന്നെയും കുറെ നേരം കൂടി കഴിഞ്ഞിട്ടാണ് ബാൽക്കണിയിൽ ഗൗരി ശങ്കറിന്റെ മുഖം കണ്ടത്. സോറി മിസ്റ്റർ അലക്സാണ്ടർ, റിയലി സോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇറങ്ങി വന്നത്. ഞാൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു, ചില അത്യാവശ്യ ജോലികളുമായി. അവർ അയാളെ വണങ്ങി. ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഗൗരി ശങ്കറും അവർക്ക് അഭിമുഖമായിരുന്നു. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാം അറിയുന്നുണ്ടല്ലോ. ഗൗരി ശങ്കർ അമർത്തി മൂളി. ഭഗവാന്റെ കളികൾ അല്ലേ? ഇരുവരും മറുപടി പറഞ്ഞില്ല. അവൻ ആരാണെന്ന് എനിക്ക് ഏതാണ്ട് വ്യക്തമായി വരികയാണ്. അതൊന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. അലക്സാണ്ടർ പല്ല് കടിച്ചു. കുടിക്കാൻ? നോ താങ്ക്സ്, വളരെ തിരക്കിലാണ് ഞങ്ങൾ. അത്യാവശ്യമായൊരു കാര്യത്തിനാണ് ഞങ്ങളുടെ ഈ വരവ്. പറയൂ. ഗൗരി ശങ്കർ കസേരയിൽ പിന്നോട്ട് ചാഞ്ഞിരുന്നു. നാളെ കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് ബെർണാഡ് എത്തും. അയാൾക്ക് നഷ്ടത്തിന്റെ കണക്കുകളൊന്നും ആവശ്യമില്ല. പണം കൊടുത്തില്ലെങ്കിൽ അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഗൗരി ശങ്കർ നിശബ്ദനായി ഇരുന്ന് കേട്ടു. അലക്സാണ്ടർ തുടർന്നു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഗൗരിയോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്റെ ഈ നഷ്ടങ്ങൾക്കെല്ലാം കാരണക്കാരൻ അവനൊരുത്തനാണ്, ഭഗവാൻ. 15 കോടി രൂപയാണ് അവൻ ഒന്നിച്ച് വെള്ളത്തിലാക്കിയത്. ബംഗ്ലാവിനുള്ളിലുണ്ടായിരുന്ന എന്റെ സമ്പാദ്യങ്ങൾ അത്രയും അവൻ കൊള്ളയടിക്കുകയും ചെയ്തു. പോലീസ് കേസ് വന്നതോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. ബ്ലേഡിൽ അക്കൗണ്ടില്ലേ? ഉണ്ട്. പക്ഷേ ഏറിയാൽ അത് 2 കോടി വരും. അതിൽ കവിയില്ല. ബാക്കി 13 കോടി ഉണ്ടാക്കണം. അതിനെന്നെ സഹായിക്കാൻ പറ്റിയ ആൾ ഗൗരി ശങ്കർ മാത്രമാണ്. ഗൗരി ശങ്കർ അലക്സാണ്ടറെ നോക്കി. പണം തരുവാൻ എന്നെ കൊണ്ട് കഴിയും. പക്ഷേ പറയൂ, ഇത്രയും പണം ഞാൻ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തരും? തിരികെ എങ്ങനെ ഈടാക്കും? ഞാൻ തരും. നോ നോ, ഗൗരി ശങ്കർ പറഞ്ഞു. അലക്സാണ്ടറെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇതേ രൂപത്തിൽ ഭഗവാൻ പ്രതികാര നടപടികൾ തുടർന്നാൽ എന്റെ പണം തിരിച്ചു തരാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. നിങ്ങൾക്ക് എന്താണ് ഈട് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. 13 കോടി രൂപ വില വരുന്ന വസ്തുക്കൾ എന്റെ പേരിൽ ഈട് തരണം. അലക്സാണ്ടർ സ്തബ്ധനായി. അയാൾ വിക്രമിനെ നോക്കി. അവൻ കണ്ണിറുക്കി. ഓക്കെ, അലക്സാണ്ടർ സമ്മതിച്ചു.
കൂർഗിലെ എസ്റ്റേറ്റിന് 5 കോടിയിലധികം വില വരും. പിന്നെ ബാംഗ്ലൂരിലെ മുന്തിരിത്തോട്ടവും ഹോട്ടലും. അതിന് 10 കോടിയാണ് മുടക്ക്. ഓക്കെ, ഗൗരിശങ്കർ ചിരിച്ചു. ഇവ തൽക്കാലം എനിക്ക് ഈട് തരുക. നാളെ പണം തരുമല്ലോ? ഷുവർ. അവൻ യാത്ര പറഞ്ഞിറങ്ങി. കാറിൽ സഞ്ചരിക്കുമ്പോൾ അലക്സാണ്ടർ വിക്രമിനെ നോക്കി. എന്തു വേണം? താങ്കൾ ധൈര്യമായിട്ട് ഈട് നൽകുക. നാളെ രാത്രി തന്നെ പ്രമാണങ്ങൾ എന്റെ കയ്യിലാകും. അത് മതി. അലക്സാണ്ടർ ചിരിച്ചു. എഴുതി കൊടുക്കുന്നത് ഞാനായതുകൊണ്ട് പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ അയാൾ തയ്യാറാകുകയില്ല. കാരണം അപ്പോൾ ഞാനുമായുള്ള ബന്ധമറിഞ്ഞ് അയാളും കുടുങ്ങും. എന്നാൽ ഈ സംഭാഷണങ്ങൾ അത്രയും അവരുടെ കാറിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു റേഡിയോ ട്രാൻസ്മിറ്ററിലൂടെ ഗൗരിശങ്കർ കേൾക്കുകയായിരുന്നു. ഡാഡിയും വിക്രമും കൂടി ഗൗരിശങ്കറിന്റെ അടുത്തേക്ക് പോയതിനു ശേഷമാണ് കിളിമാനൂർ മറിയയുടെ ടെലിഫോൺ കോൾ ആന്റണിക്ക് കിട്ടുന്നത്. ആരും തൊടാത്തൊരു കിളി കസ്റ്റഡിയിൽ വന്ന് പെട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉടനെ എത്തണം. ആന്റണിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൻ കാറിൽ ചാടിക്കയറി. കിളിമാനൂർ മറിയ പറഞ്ഞത് സത്യമായിരുന്നു. ഒന്നാം തരം ഒരു യുവതി, സിനിമാ നടികളെ വെല്ലുന്ന ആകാരം, കളിപ്പാട്ടം കണ്ട കുട്ടിയെപ്പോലെ മിഴിച്ചു നിന്നുപോയി ആന്റണി. ആദ്യമൊക്കെ അവൾക്ക് വലിയ എതിർപ്പായിരുന്നു. എന്നാൽ കവിളത്ത് 2 പൂശു കൊടുത്തപ്പോൾ അനുസരണയുള്ള കുട്ടിയായി. പിന്നെ അങ്ങോട്ട് ആടി തിമിർക്കുകയായിരുന്നു ആന്റണി. തന്റെ ജീവിതത്തിൽ ഇത്രയും മധുരമായ അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ആന്റണിക്ക് തോന്നിപ്പോയി. ഇതിനിടയിൽ മറിയയുടെ കെട്ടിടത്തിനുള്ളിലേക്ക് ഒരു കറുത്ത രൂപം നുഴഞ്ഞു കയറിയത് ആരും കണ്ടില്ല. ആന്റണിയുടെ പിന്നിൽ വാതിൽ തുറന്നടഞ്ഞതും ആരും അറിഞ്ഞില്ല. അവർ മറ്റൊരു ലോകത്തായിരുന്നല്ലോ. യുവതിയുടെ മുഖത്ത് ക്ലോറോഫോം പുരണ്ട കൈലേസും അവന്റെ കഴുത്തിൽ റിവോൾവറും അമർന്നു. ആന്റണി നടുങ്ങി. ഫോൺ ശബ്ദിച്ചു. അലക്സാണ്ടർ റിസീവർ എടുത്തു. നോ, അയാൾ അലറി. അത് ആ കെട്ടിടത്തിൽ മുഴുവൻ പ്രകമ്പനം സൃഷ്ടിച്ചു. വിക്രമും മറ്റു ഓടിയെത്തി. ഇല്ലടാ, ഞാൻ വിശ്വസിക്കില്ല. എന്റെ മോൻ. അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് റിസീവർ വഴുതി. സർ, വിക്രം അടുത്തിയെന്നു. വിക്രം, നമ്മുടെ ആന്റണി. ആന്റണിക്ക് എന്തു പറ്റി? അവൻ പോയടാ. പറഞ്ഞതും അലക്സാണ്ടർ ബോധമറ്റു വീണു. ആന്റണിയുടെ മരണവാർത്ത അറിഞ്ഞ് പോലീസ് വൃത്തങ്ങൾ ജാഗരൂകരായി. ശവശരീരം ഏറ്റുവാങ്ങാൻ അലക്സാണ്ടർ എത്താതിരിക്കില്ല. അയാളെ അറസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അലക്സാണ്ടറുടെ ആൾക്കാർ ആരെങ്കിലും വരും. അവരെ പിന്തുടർന്ന് ആ ഭയങ്കരന്റെ താവളം കണ്ടുപിടിക്കാം. SP സുദർശന് വല്ലാത്തൊരു ഉന്മേഷം തോന്നി. മറിയ ലോക്കപ്പിലാണ്. അവളാണ് ആന്റണിയെ വധിച്ചതെന്ന് പോലീസ് വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു റിവോൾവർ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ മറിയയുടെ ഫിംഗർ പ്രിന്റുകളാണ് താനും. നടന്നത് ഇങ്ങനെയാണ്. വെടിശബ്ദം കേട്ട് മറിയ ഓടി വന്നു. അപ്പോഴേക്കും ഗ്ലൗസ് അണിഞ്ഞ കൈകൊണ്ട് ഭഗവാൻ അത് തുടച്ചു വൃത്തിയാക്കിയിരുന്നു. അമ്പരന്ന് നിന്ന മറിയയുടെ കയ്യിലേക്ക് റിവോൾവർ ഇട്ടുകൊടുത്തു. അവർ അത് ചാടി പിടിച്ച് ഭഗവാന് നേരെ ചൂണ്ടി ട്രിഗർ അമർത്തി. പക്ഷേ അതിനുള്ളിൽ ഒറ്റ ബുള്ളറ്റ് പോലും ഇല്ലായിരുന്നു. ട്രിഗറിൽ വരെ മറിയയുടെ വിരൽപ്പാടുകളുണ്ടായി. അതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യവും. കൂടുതൽ ആൾക്കാർ ഓടി കൂടിയപ്പോഴേക്കും അയാൾ ഇരുളിലൂടെ കുതിച്ചു ചാടി. മറിയ പറഞ്ഞ കഥകളൊന്നും പോലീസ് വിശ്വസിച്ചില്ല. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും രാവിലെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഊരും പേരും കൃത്യമായി പറയാത്ത വേശ്യകളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ? ആന്റണിയുമായി ബന്ധപ്പെട്ട യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു. അവളൊന്നും കണ്ടിട്ടുമില്ല. പോലീസിന്റെ നിഗമനം തെറ്റി. അലക്സാണ്ടർ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരെയും വിട്ടില്ല. അയാൾ പോലീസ് തന്ത്രം മുൻകൂട്ടി കണ്ടിരിക്കും. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചു. ശക്തമായ പോലീസ് കാവലോടെ അലക്സാണ്ടർ തന്റെ താവളത്തിൽ ഭ്രാന്തനെ പോലെയായി. വിക്രം ഒഴികെയുള്ളവരെല്ലാം ചീത്ത വിളിച്ചു. ഒരാളെ വെടിവെച്ച് കൊല്ലുക പോലും ചെയ്തു. അയാൾ കണക്കറ്റു മദ്യപിച്ചു. ഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു. എന്റെ മോനെ, അവന്മാര് പുഴുങ്ങി തിന്നട്ടെ, പട്ടികള്. അലക്സാണ്ടർക്ക് മകന്റെ ശവശരീരം വേണ്ട, ജീവനുള്ള മകനെ മതി. വിക്രം വിഷമിച്ചു നിന്നു. ആന്റണിയുടെ മരണം അവനും താങ്ങാവുന്നതിലും അധികമായിരുന്നു. അന്ന് രാത്രിയിൽ അലക്സാണ്ടറും വിക്രമും ഗൗരിശങ്കറുടെ വീട്ടിലെത്തി. താൻ റേഡിയോ ട്രാൻസ്മിറ്ററിലൂടെ കേട്ട സംഭാഷണത്തെക്കുറിച്ചൊന്നും ഗൗരി ഭാവിച്ചില്ല. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഗൗരിശങ്കറുടെ അഡ്വക്കേറ്റ് പ്രമാണം തയ്യാറാക്കി. അതിൽ അലക്സാണ്ടർ ഒപ്പുവെച്ചു. പ്രമാണത്തിന്റെ ഒരു കോപ്പി അലക്സാണ്ടർക്കും കൊടുത്തു. 13 കോടി രൂപ അടങ്ങിയ വലിയ പെട്ടി ഗൗരിശങ്കറിന്റെ ആൾക്കാർ അവിടെ വെച്ച് തുറന്നു. അത് പരിശോധിച്ചു നോക്കി. അലക്സാണ്ടറും വിക്രമും തൃപ്തിപ്പെട്ടു. പെട്ടിയുമായി അവർ കാറിൽ കയറി. കാറിന് മുന്നിലും പിന്നിലും ഓരോ ജീപ്പുകളിൽ ആയുധമേന്തിയ ഗുണ്ടകൾ. ഈ പണമെങ്കിലും ഭഗവാൻ കൊണ്ടുപോകരുതല്ലോ. ചില കണ്ണുകൾ ഇത് കാണുന്നുണ്ടായിരുന്നു. അവർ ഭഗവാനെ വിവരമറിയിച്ചു. ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ ഈ പണം തട്ടിയെടുക്കാൻ കഴിയില്ലെന്ന് ഭഗവാൻ ഉറപ്പായി.
അവസാന നിമിഷത്തിൽ തന്റെ ആൾക്കാരെ മരണത്തിന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ അയാൾക്ക് മടിയായിരുന്നു. ഭഗവാൻ, SP സുദർശന് ഫോൺ ചെയ്തു. അജ്ഞാതന്റെ ഇൻഫർമേഷൻ. സുദർശൻ ഉറക്കം വിട്ടുണർന്ന് ചാടി എഴുന്നേറ്റു. വോക്കി ടോക്കിയിലൂടെ മെസ്സേജുകൾ പാഞ്ഞു. പോലീസിന് ആകെ ഒരു ധൃതി. SP കാർ സിഗ്നൽ ലൈറ്റ് ഇട്ട് പാഞ്ഞു. അതിനു മുമ്പേ പോലീസ് വാനുകൾ ചീറിക്കഴിഞ്ഞിരുന്നു. അലക്സാണ്ടറും മറ്റു സഞ്ചരിച്ച വാഹനങ്ങൾ പെട്ടെന്ന് വേഗത കുറഞ്ഞു. എന്തു പറ്റി? വിക്രം ഡ്രൈവറോട് ചോദിച്ചു. അയാൾ മറുപടി പറയും മുമ്പേ കണ്ടു. മുന്നിൽ റോഡിൽ കുറുകെ കിടക്കുന്ന പോലീസ് വാൻ. അപകടം! പിന്നോട്ടെടുത്തോ! വിക്രം എല്ലാവരോടുമായി അലറി. 3 വാഹനങ്ങളും റിവേഴ്സ് ഗിയറിലായി. പക്ഷേ അതാ പിന്നിൽ നിന്ന് 2 വാനുകളും SP കാറും പാഞ്ഞു വരുന്നു. ശരിക്കും പത്മവ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെയായി അവർ. ഒന്നും നോക്കണ്ട, 2 ഭാഗത്തേക്കും വെടിവെച്ചോളൂ, വിക്രം കൽപ്പിച്ചു. ഉടനെ 2 ജീപ്പുകളിൽ നിന്ന് വെടിവെപ്പ് തുടങ്ങി. ഫയർ! SP ഉത്തരവിട്ടു. പോലീസുകാർ തിരിച്ചു വെടിവെച്ചു. ഒരു മഹായുദ്ധത്തിന്റെ പ്രതീതി. ഡ്രൈവറെ തള്ളി മാറ്റിയിട്ട് വിക്രം കാറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അലക്സാണ്ടറുടെ 2 കൈകളിലും റിവോൾവറുകൾ പ്രത്യക്ഷപ്പെട്ടു. വിക്രം കാർ തൊട്ടടുത്ത തെങ്ങിൻ തോപ്പിലൂടെ മുന്നോട്ടെടുത്തു. ആരും അത്രയും കണക്ക് കൂട്ടിയില്ല. തെങ്ങിൻ തോപ്പ് കഴിഞ്ഞപ്പോൾ മരച്ചീനി തോട്ടമായി. മരച്ചീനി ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കാർ മുന്നേറി. ഒരു ചെറിയ കയ്യാലയ്ക്ക് മുകളിലൂടെ കാർ താഴെ പുരയിടത്തിലേക്ക് ചാടി. അലക്സാണ്ടർ സീറ്റിനടിയിലേക്ക് വീണു. കാറിന്റെ ബോണറ്റ് ഇളകി. അതിനപ്പുറം ചരിഞ്ഞ പ്രദേശമായിരുന്നു. അതിന് താഴെ നെൽപ്പാടങ്ങളും. വിക്രം പുറത്തിറങ്ങി ഡോർ തുറന്നു കൊടുത്തു. കമോൺ സാർ! ഒരു വിധേന അലക്സാണ്ടർ ഇറങ്ങി. വിക്രമും ഡ്രൈവറും കൂടി പണം നിറച്ച പെട്ടി പുറത്തിറക്കി. അത് ഡ്രൈവറുടെ തലയിൽ വെച്ചു കൊടുത്തു. പിന്നെ ജാഗ്രതയോടെ നടന്നു. അപ്പോൾ അലക്സാണ്ടറുടെ ആൾക്കാരിൽ ഏറിയ പങ്കും പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞിരുന്നു. നേരം പുലരാറായപ്പോഴാണ് അലക്സാണ്ടറും വിക്രമും ഡ്രൈവറും തങ്ങളുടെ താവളത്തിൽ തിരിച്ചെത്തിയത്. നടന്ന് നടന്ന് അവർ ക്ഷീണിതരായിരുന്നു. താവളത്തിലെത്തിയപ്പോൾ അവർക്ക് എന്തോ പ്രത്യേകത തോന്നി. ഒരുതരം വിജനത അവിടെ ഉണ്ടായതുപോലെ. കാവൽ നിന്നിരുന്ന 4 പേരെയും പേര് ചൊല്ലി അലക്സാണ്ടർ വിളിച്ചു. ആരും വന്നില്ല. സംശയഭാവത്തിൽ അലക്സാണ്ടറും വിക്രമും മുഖാമുഖം നോക്കി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാതിൽ തള്ളി തുറന്ന് അവർ അകത്തേക്ക് കയറി. അവിടെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. മുതലക്കുളത്തിനടുത്ത് 4 കാവൽക്കാരും മരിച്ചു കിടക്കുന്നു. പുതിയ മുതലക്കുളം താവളത്തിന്റെ വിശാലമായ വിസിറ്റിംഗ് റൂമിൽ തന്നെ താൽക്കാലികമായി ഉണ്ടാക്കിയതായിരുന്നു. ശത്രുക്കൾ ഇവിടെയും എത്തിയോ? രക്ഷപ്പെടണം, അലക്സാണ്ടർ മന്ത്രിച്ചു. മൂവരും പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ പിന്നിലൊരു വെടിയൊച്ച കേട്ടു. അവർ നടുങ്ങി തിരിഞ്ഞു. അവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞു. അയാൾ വിറച്ചുപോയി. DYSP കാർലോസ്. അയാൾ യൂണിഫോമിലായിരുന്നു. മുഖം ഷേവ് ചെയ്ത് വൃത്തിയാക്കി പഴയതിനേക്കാൾ സ്മാർട്ട് ഓഫീസർ. നീ നീ അലക്സാണ്ടർ പരിഭ്രമിച്ചു. വിക്രമും അമ്പരന്ന് നിൽക്കുകയാണ്. യെസ്, ഞാൻ തന്നെ. പെട്ടെന്ന് ഇരുവരും റിവോൾവർ ചൂണ്ടി. കാർലോസ് പൊട്ടിച്ചിരിച്ചു. ഭഗവാനെ, ഇതൊന്നും ഏൽക്കില്ലടാ. ഒരിക്കൽ പരീക്ഷിച്ചു നോക്കിയതല്ലേ ഭഗവാൻ? അവരുടെ ഉള്ളം കിടുങ്ങി. നീ ആയിരുന്നോടാ ഭഗവാൻ? ബാസ്റ്റേഡ്! അലക്സാണ്ടർ നിറയൊഴിച്ചു. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് അണഞ്ഞു. കാർലോസ് തെന്നി മാറി. നായിന്റെ മോനെ! അലക്സാണ്ടർ ഗർജിച്ചു. അടുത്ത സെക്കൻഡിൽ ശക്തമായ ചവിട്ടേറ്റ് അലക്സാണ്ടർ മുന്നോട്ട് തെറിച്ചു. ഒപ്പം വിക്രമിന്റെ കയ്യിലെ റിവോൾവറും തട്ടിത്തെറിപ്പിക്കപ്പെട്ടു. ഡ്രൈവർ പെട്ടിയും കളഞ്ഞ് പുറത്തേക്കോടി. ഉടൻ ലൈറ്റ് വന്നു. റിവോൾവർ ചൂണ്ടി കാർലോസ്, ഡോണ്ട് മൂവ്. കോപത്തോടെ വിക്രം തലമുടി വലിച്ചു പറിച്ചു. അലക്സാണ്ടർ തറയിൽ നിന്ന് എഴുന്നേറ്റു. കാർലോസ് പുറം കാൽ കൊണ്ട് ഒറ്റ തൊഴി. അയാൾ ചെന്ന് വീണത് മുതലക്കുളത്തിൽ. ആർത്തി പൂണ്ട മുതലകൾ പാഞ്ഞു വന്നു. അലക്സാണ്ടർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാർലോസ് ചലിക്കുവാനാകാത്ത വിധത്തിൽ റിവോൾവറിന്റെ ബാരലിൽ നിർത്തിയിരിക്കുകയാണ് വിക്രമിനെ. അലക്സാണ്ടറെ മുതലകൾ കടിച്ചു കീർന്നതും ജലം ചുവപ്പ് നിറമാകുന്നതും കണ്ടപ്പോൾ വിക്രം കണ്ണുകൾ ഇറുകിയടച്ചു. ഇത്രയും നാൾ അവയ്ക്ക് തീറ്റി കൊടുത്ത മനുഷ്യനെ. അലക്സാണ്ടർ മരിച്ചു എന്നുറപ്പായപ്പോൾ കാർലോസ് റിവോൾവർ മാറ്റി. വിക്രം, എനിക്ക് നിന്നോടൊന്ന് ഫൈറ്റ് ചെയ്യണം. നമ്മൾ രണ്ടിൽ ഒരാൾക്ക് ഇവിടെ നിന്നും ജീവനോടെ പുറത്തു പോകാം. കാർലോസ് റിവോൾവർ വലിച്ചെറിഞ്ഞു. വിക്രമിന്റെ കണ്ണുകൾ തിളങ്ങി. എതിരാളിയുടെ കഴുത്ത് പിടിച്ചൊടിക്കാൻ കൈവിരലുകൾ ത്രസിച്ചു. 2 വന്യമൃഗങ്ങളെ പോലെ അവർ ഏറ്റുമുട്ടി. ദ്വന്ദ്വയുദ്ധം. ഏറെക്കുറെ തുല്യ ശക്തികൾ. മുതലകളിൽ ചിലത് ആർത്തിയോടെ അവരുടെ പോരാട്ടം നോക്കിക്കടന്നു. ആരാവും തങ്ങളുടെ ഭക്ഷണം എന്നാവും. വിക്രം കാർലോസിനെ തൊഴിച്ചു വീഴ്ത്തി. പിന്നെ ഒരു കുതിപ്പിന് മുകളിലേക്ക് മറിഞ്ഞു.
കാർലോസ് തെന്നി മാറിയിട്ട് വിക്രമിന്റെ പുറത്തേക്ക് കുതിച്ചു കയറി അവന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. വിക്രം പിന്നോട്ട് കൈകൾ കടത്തി കാർലോസിന്റെ യൂണിഫോമിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് കാർലോസ് എണീക്കും മുമ്പ് വിക്രം പാഞ്ഞെത്തി അയാളെ പിടിച്ചുയർത്തി അടിച്ചു. കാർലോസ് പതറി. ആ അവസരം മുതലെടുത്തു. അയാളെ പന്ത് പോലെ തട്ടി. താൻ പരാജയപ്പെടുകയാണെന്ന് കാർലോസ് അറിഞ്ഞു. അയാൾ തറയിലേക്ക് ഇരുന്നു പോയി. കണക്കുകൾ തീർക്കുകയായിരുന്നു വിക്രം. അതിനിടെ അവസാന ശക്തിയും സംഭരിച്ച് കാർലോസ് ഒന്നുയർന്നു. വിക്രമിന്റെ വയറ്റിൽ തല കൊണ്ടിടിച്ച് പിന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഭിത്തിയിലിടിച്ചു. പിന്നെ മിന്നൽ കണക്കെ അവന്റെ അടിവയറ്റിൽ ഇരു കൈകളും കൊണ്ട് തുടരെ ഇടിച്ചു. വിക്രമിന്റെ വായ് തുറന്നു. അതുവഴി കൊഴുത്ത ചോര പുറത്തേക്കൊഴുകി. വിക്രം അടിപതറി. എന്നിട്ടും കാർലോസിന്റെ കലി അടങ്ങിയില്ല. കാർലോസ് അവന്റെ തല പിടിച്ച് ഭിത്തിയിൽ ആഞ്ഞടിച്ചു. പിന്നെ പിടിവിട്ടപ്പോൾ അവൻ തറയിലേക്ക് ഊഴ്ന്നു വീണു. തലമുടി വലിച്ചു പറിച്ചു. കൈകൾ രണ്ടും ചവിട്ടി ഓടിച്ചു. പിന്നെ അവനെ ഉയർത്തി കുളത്തിലേക്ക് എറിഞ്ഞു. മുതലകൾ ഓടിയെടുക്കുന്നത് കണ്ടപ്പോൾ പിന്തിരിഞ്ഞു. കാർലോസിന്റെ സഹായികൾ വാതിക്കൽ തല കാണിച്ചു. നന്ദി സുഹൃത്തുക്കളെ, അയാൾ ചിരിച്ചു. ഈ പണവും നിങ്ങൾക്കുള്ളതാണ്. വേച്ചു പോകുന്ന കാലടികളോടെ കാർലോസ് ഇറങ്ങി നടന്നു. അടുത്ത ദിവസം SP ഓഫീസിന് മുമ്പിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഒരു പോലീസ് ഓഫീസർ ഇറങ്ങി അകത്തേക്ക് നടന്നു. പാറാവ് നിന്നയാൾ അമ്പരപ്പോടെ സല്യൂട്ട് ചെയ്തു. മേ ഐ കമിൻ സർ? ഹാഫ് ഡോറിൽ മെല്ലെ മുട്ടിക്കൊണ്ട് കനത്ത ശബ്ദം. യെസ്, തല ഉയർത്താതെ SP പറഞ്ഞു. ഹാഫ് ഡോർ തുറന്നു. SP മുഖമുയർത്തി. അത്ഭുതപ്പെട്ടുപോയി. ചെകുത്താൻ. SP ഞെട്ടി. താൻ മരിച്ചില്ല? നോ സർ. സല്യൂട്ട് ചെയ്തിട്ട് കാർലോസ് പറഞ്ഞു. പക്ഷേ എന്റെ ഫാമിലി. SP അയാളുടെ അരികിലെത്തി. പിന്നെ തോളിൽ തട്ടി. റിലാക്സ്, റിലാക്സ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഭംഗി വാക്കാവും. നോ സാർ, എനിക്ക് മനസ്സിലാകും. കാർലോസിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാർലോസ് ഇരിക്കൂ. താങ്ക് യു സർ. SP സുദർശനെതിരായി DYSP കാർലോസ് ഇരുന്നു. കാർലോസ് എന്ന നോവൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.